ഗെയ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ധ്യാൻ റോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ലോകത്ത് അങ്ങനെ അല്ല പല രാജ്യത്തും കൂടുതലായിട്ടുള്ളത് പെട്രോൾ വാഹനങ്ങൾ, ഡീസൽ വാഹനങ്ങളാണ് അല്ലേ. കാറുകളും ഒക്കെ ഡീസലും പെട്രോളും ഒക്കെ കൊണ്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ന്യൂ ജനറേഷനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ത് കാറാണ്? EV കാർസാണ്. അപ്പോൾ ഈ EV കാർ വാങ്ങണോ അതേ നമ്മുടെ പെട്രോൾ വാഹനം വാങ്ങണോ? ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒരു മേടിക്കുന്ന ആളിന് പെട്രോൾ വാങ്ങണോ, പെട്രോൾ വാങ്ങണോ, EV വാങ്ങണോ? അപ്പോൾ ഒരു ഇത് വരൂലേ. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗീസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പെട്രോൾ വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളുമാണ് ഇപ്പോൾ നിലവിൽ കൂടുതലായിട്ട് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ന്യൂ ജനറേഷനായിട്ട് വന്നിരിക്കുന്നത് EV കാറുകളാണ്. EV കാർ എന്ന് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ മൈലേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പെട്രോൾ വാഹനങ്ങളിൽ വളരെ കുറഞ്ഞ മൈലേജാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഹുണ്ടായി കാറെന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിലിത്തിരി മൈലേജ് കുറവാണെങ്കിലും വലിയ കുഴപ്പമില്ല, നല്ല പോവും. പക്ഷേ എല്ലാ കാറും അങ്ങനെ പോവും. പക്ഷേ ഇതിൻ്റെ പെട്രോൾ വില ഇപ്പോൾ വളരെ കൂടുതലാണ്. ഒരു 3000 രൂപയ്ക്കെങ്കിലും അടിച്ചാൽ ഇത്തിരി ചിലവായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ EV കാറുകൾ ഇറങ്ങിയത്. EV കാറുകൾ ഇറങ്ങിയപ്പോൾ ഉള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചാർജിൽ തന്നെ 100, 200, 300 അത്രയും ഇതിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ EVയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിൽ ചാർജിങ് സ്റ്റേഷൻസ് കുറവാണ്. ഇപ്പോൾ വേറെ രാജ്യങ്ങൾക്ക് ഉണ്ട്, പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇത്തിരി കുറവാണ്. ഒരുപാട് സ്ഥലത്തുണ്ട് എങ്കിലും കുറവാണ്. അതാണ് പ്രശ്നം. ആ ഒരു പ്രശ്നം കാരണമാണ് പലരും അതെടുക്കാൻ മടിക്കുന്നത്. പിന്നെ നമ്മളുടെ EV കാറുകളിൽ വേറെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ്. നമ്മളുടെ ഇപ്പോൾ ടാറ്റ നെക്സോൺ തന്നെ 16 ലക്ഷമാണ്. ടാറ്റ കർവ് 20 ലക്ഷമാണ്. പക്ഷേ കുറഞ്ഞ നമ്മളുടെ EV കാറുകൾ ഉണ്ട്. പക്ഷേ ഇത്തിരി ഒരു 100 മൈലേജൊക്കെ കിട്ടുള്ളൂ. 100 മൈലേജ് വെച്ച് നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ 400 മൈലേജ് ഉള്ളൊരു കാറാണെങ്കിൽ ഇത്തിരി ലോങ് റേഞ്ച് സ്ഥലത്തൊക്കെ പോയിട്ട് വരാനൊക്കെ ഒത്തിരി ചാർജ് കാണും. പക്ഷെ 100 എടുത്തു കഴിഞ്ഞാൽ ഒരു ലോങ് റേഞ്ച് സ്ഥലത്ത് ടൂറൊക്കെ പോയിട്ട് വരാനായിട്ടുള്ള ചാർജ് കാണത്തില്ല. അതുകൊണ്ട് അത് ഇത്തിരി കുറവല്ലേ. അതുകൊണ്ട് ഈ വില കുറഞ്ഞ ഇതിൽ മൈലേജാണ് പ്രശ്നം. പിന്നെ നമ്മളുടെ ടാറ്റ കമ്പനിയിൽ ഈ കുറച്ച് EV കാറുകളെ പേര് ഞാൻ പറഞ്ഞുതരാം. ടാറ്റ നെക്സോൺ EV ഉണ്ട്, പെട്രോളും ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ EVൻ്റെ കാര്യമാണ് പറയുന്നത്. ടാറ്റ നെക്സോൺ, ടാറ്റ ടിയാഗോ, ടാറ്റ ടിഗോർ, പിന്നെ ടാറ്റ അൾട്രോസ്, ടാറ്റ കർവ്, പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് ടാറ്റ നാനോ EV ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ടാറ്റയിലുള്ളത്. പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ട MG കൊമറ്റൊക്കെ ഉണ്ട് ഗേസ്. നല്ല രീതിയിലുള്ള ഇതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ടാറ്റയാണല്ലോ നമ്മളുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ കമ്പനി. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ വിശ്വസിക്കാൻ നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കാറുകൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു. നമ്മളുടെ ടാറ്റ നെക്സോണിൻ്റെ EVക്ക് 16 ലക്ഷമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ ടാറ്റ നെക്സോണിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നെക്സോൺ ഞാൻ ഇപ്പോൾ പറയുന്നത് ടാറ്റ നെക്സോണിലെന്ന് വെച്ചാൽ ഇത്തിരി 200, 300 മൈലേജ് കിട്ടുന്നുണ്ട്. ടാറ്റ നെക്സോൺ ഇത്തിരി വലിയ കുഴപ്പമില്ലാത്ത കാറാണ്. അത് സംബന്ധിച്ച് നമ്മളുടെ പെട്രോൾ വാഹനങ്ങളെന്ന് പറയുന്നത് വളരെ മോശമാണ്. കാര്യം ഒരു മാക്സിമം പോയി 20 ഇല്ലേ നമ്മളുടെ മിക്കുള്ള എല്ലാ കാറിലും മൈലേജൊക്കെ കിട്ടുന്നത്. കൂടിപ്പോയ ഒരു 25, 30 കൂട്ടാം. കൂടിപ്പോയ 30 ഇത്രയൊക്കെയല്ലേ കിട്ടുള്ളൂ ഒരു കാറിൽ. അപ്പോൾ ഇതും വെച്ച് നോക്കുമ്പോൾ EV കാറുകൾ വളരെ വ്യത്യാസമുള്ള കാറുകളാണ്.
വളരെ മൈലേജ് കൂടിയ നല്ലൊരു കാറുകളാണ് നമ്മളുടെ EV കാറുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഇത്തിരി നമ്മളുടെ നല്ല പൈസയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ടാറ്റ നെക്സോൺ നമുക്ക് എടുത്തതിന് കുറ്റമില്ല, നല്ല ഒരു കാറുകളാണ്. ഗെയ്സ്, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ 280 സബ്സ്ക്രൈബേഴ്സ് ആയിക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു 20 സബ്സ്ക്രൈബേഴ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ 300 സബ്സ്ക്രൈബേഴ്സിലേക്ക് കടക്കാണ്. അപ്പോൾ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളുടെ യൂട്യൂബിൽ വേറൊരു കാര്യം വന്നേക്കാണ്. കാരണം നമ്മളുടെ യൂട്യൂബിൽ ഇനി ഏത് കണ്ടൻറ്റ് ഇടണമെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ഇടുക. അപ്പോൾ ഞാൻ അതിലേതെങ്കിലും ഒരു കമൻറ്റ് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. നിങ്ങൾ അപ്പോൾ കമൻ്റ് ഇടുക. അപ്പോൾ ഞാൻ അതിലേതെങ്കിലും ഒരെണ്ണം ഇടായിരിക്കും. നമുക്ക് നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു EV കാറ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടാറ്റേൻ്റെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം ടാറ്റയാണ് നമ്മളുടെ ഇന്ത്യൻ കമ്പനി. അതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള ടാറ്റയാണ്. അതുകൊണ്ട് നമ്മൾ ടാറ്റ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ പെട്രോൾ കാറും EV കാറുമായിട്ട് നമുക്ക് മനസ്സിലായല്ലോ, ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.